ഈശോമിശിഹായിൽ പ്രിയമുള്ളവരെ, നോയമ്പ് കാലത്തിലൂടെ നമ്മൾ നടന്നുകയാണ്. ആരാണ് നമ്മളെ നോമ്പ് നോക്കാൻ പഠിപ്പിക്കുന്നത്? കർത്താവായ ക്രിസ്തുവാണ്. അവൻ്റെ ജീവിതത്തിൽ ഇതേപോലെ നോയമ്പുണ്ടായിരുന്നു. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അപവാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു സ്നേഹഗുരുവിനും പരിഹാസവും നിന്ദനവും സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഊർജം അതൊരു ഉന്മാദം പോലെ അവരുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് നല്ല ജീവിതം ജീവിച്ച് പൂർത്തിയാക്കാനായിട്ട് ഇവർക്കെല്ലാം സാധിച്ചത്. ആൾക്കൂട്ടത്തിന് ഇടയിൽ തുണി ഉരിയപ്പെട്ടതായി കാണപ്പെടുന്ന മനുഷ്യർ അത് ക്രിസ്തുവിനോളം പോന്ന അപമാനഭാരം പേറിയവരായിരിക്കും. വിശുദ്ധ ജെറോമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ നമുക്ക് അനുസ്മരിക്കാവുന്നതാണ്. കാനനപാതയിൽ എവിടെയോ വെച്ച് തൻ്റെ കാലിൽ മുള്ള് കയറപ്പെട്ട ഒരു സിംഹം അതിൻ്റെ മുള്ള് വലിച്ചൂരി അതിനെ ശുശ്രൂഷിച്ചതിൻ്റെ ഫലമായിട്ട് ആ മൃഗം ആശ്രമത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ആശ്രമത്തിൽ ചേർന്ന സിംഹത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിറക് ശേഖരിക്കാൻ പോകുന്ന കഴുതയ്ക്ക് കൂട്ടുപോവുക എന്നതാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ കഴുതയെ കാണുവാനില്ല. സ്വാഭാവികമായിട്ടും സംശയത്തോടെ വീക്ഷിക്കുന്നത് ഈ സിംഹത്തെയാണ്. സിംഹത്തിനത് മനസ്സിലാവുന്നുണ്ട്. തൻ്റെ സത്യം തെളിയിക്കാനായി ഈ സിംഹം പട്ടിണി കിടക്കുകയാണ്. അങ്ങനെയിരിക്കെ തസ്കര സംഘത്തോടൊപ്പം കണ്ട ഈ കഴുതയെയും കുട്ടരെയും ഓടിച്ച് ഈ സിംഹം അങ്ങനെയിരിക്കെ തസ്കര സംഘത്തോടൊപ്പം കാണപ്പെട്ട ഈ കഴുതയെയും കവർച്ചക്കാരെയും സിംഹം പിന്തുടർന്നപ്പോൾ അവർ ഓടിച്ചു കയറിയത് ഈ ആശ്രമത്തിലേക്കാണ്. വിശുദ്ധ ജെറോമിന് കാര്യം മനസ്സിലായി. ഈ സിംഹം വീണ്ടും വിശുദ്ധ ജെറോമിൻ്റെ പാദചരണങ്ങൾക്ക് ഉള്ളിൽ കീഴ്പ്പെട്ട് നിൽക്കുന്നു, തൊട്ടുരുമ്മി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നോയമ്പ് കാലം പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലമാണ്. ഇങ്ങനെ നഗ്നത അനുഭവിച്ച മനുഷ്യരാണോ നമ്മൾ? മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ട മനുഷ്യരാണോ? അതോ മറ്റുള്ളവരെ നഗ്നരാക്കുന്ന മനുഷ്യരാണോ? രണ്ടു കൂട്ടർക്കും ദൈവത്തിൻ്റെ അഭയം ആവശ്യമാണ്. മറ്റുള്ളവരെ പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഇരയാക്കാതിരിക്കാൻ നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. ഇനി നമ്മളങ്ങനെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ മനോഭാവം ഈ നോയമ്പ് കാലത്ത് നമുക്ക് സ്വീകരിക്കാനാകണം. പുണ്യം പൂക്കട്ടെ, നന്മയുണ്ടാകട്ടെ.